ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് സീക്വൻസ് സീരീസിലെ സീരീസ് ഓഫ് പോസിറ്റീവ് ടേംസിലെ ഏറ്റവും ലാസ്റ്റത്തെ രണ്ട് റിസൾട്ടുകളാണ്. ഒന്ന് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് റാബീസ് ടെസ്റ്റ്. ഓക്കെ, സോ നമുക്ക് പല സീരീസുകളും കൺവേർജൻ ആണോ ഡൈവേർജൻ ആണോ നോക്കാൻ പല ടെസ്റ്റുകളുണ്ട്. നമ്മൾ കുറെ ടെസ്റ്റുകൾ ഇപ്പോൾ പഠിച്ചുകൂടി. എലംബേർട്സ് റേഷ്യോ ടെസ്റ്റ്, അതുപോലെ തന്നെ റൂട്ട് ടെസ്റ്റ്, അത്തരത്തിലുള്ള കുറെ ടെസ്റ്റുകൾ നമ്മൾ പഠിച്ചു. അതുപോലെ ഒരു ടെസ്റ്റ് തന്നെയാണ് റാബീസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. റാബീസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലെറ്റ് UN ഈസ് ഗ്രേറ്റർ ദാൻ 0. UN എന്നുള്ള സീക്വൻസ് ഓഫ് പോസിറ്റീവ് ടേംസ് ആണ്. ആൻഡ് ലിമിറ്റ് m tends to infinity n into UN by UN plus 1 minus 1 equal to L. L ആണെന്ന് വിചാരിക്കാം. Now first result is summation UN is convergent if L is greater than 1, strictly greater than 1. Okay, if L is greater than 1. And the second is summation UN is divergent if L is less than 1. Okay, so UN by UN plus 1 minus 1 equal to L. First the result is summation UN is convergent if L is greater than 1 and summation UN is divergent if L is less than. For example, നമ്മൾ നോക്കി നോക്കാം, UN is equal to 1 by n square ആണ് നോക്കുക. 1 by n square. So നമുക്ക് എന്ത് കിട്ടും? UN plus 1 എന്നുള്ളത് 1 by n plus 1 whole square. 1 by n plus 1 whole square. So n into UN by UN plus 1 ചെയ്യുമ്പോൾ നമുക്ക് n plus 1 by n all square minus 1 കിട്ടും. So this is equal to n into 1 plus 1 by n all square minus 1 കിട്ടും. This is equal to n into 1 plus 2 by n plus 1 by n square minus 1, and this is equal to n into 1 minus 1 is cancelled, 2 by n plus 1 by n square. This is equal to 2 plus 1 by n square. 2 plus 1 by n. So as n tends to infinity, this quantity tends to 2. That is L is which is equal to L, which is greater than 1. So this series is convergent. UN is equal to 1 by n square is convergent. നമുക്ക് മുമ്പ് പറഞ്ഞ പോലെ P is greater than 1 ആയതുകൊണ്ട് ഇത് എന്താണ്, നമുക്ക് എന്തായാലും കൺവേർജന്റ് ആണെന്ന് ഉറപ്പാണ്. എങ്കിലും നമ്മുടെ തിയറത്തിനെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കിത് പറയാം. UN equal to 1 by n square എന്നുള്ളത്. പല സീരീസുകളും ഈ രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ലോഗരിതമിക് ടെസ്റ്റ്. ഓക്കെ, ദിസ് ലോഗരിതമിക് ടെസ്റ്റ്. So same assumptions ആണ്. Let UN is greater than 0 and limit n tends to infinity n into log UN by UN plus 1 is equal to L. n into log UN by UN plus 1 equal to L. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാം, ഇവിടെ ലോഗ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല സീരീസും ലൈക്ക് എക്സ്പോണൻഷ്യൽസ്. ഓക്കെ, എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള കുറെ സീരീസുകൾക്ക് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്പോണൻഷ്യൽ ആയിട്ടുള്ള സീരീസുകളുടെ കൺവേർജൻസ് ചെക്ക് ചെയ്യാൻ നമുക്കിത് വളരെ എളുപ്പത്തിൽ സാധിക്കും. ഓക്കെ, സം UN is equal to some a power n മോഡലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഫസ്റ്റ് അസംപ്ഷൻ ഈസ് സെയിം ആണ്. ഓക്കെ, സമ്മേഷൻ UN is convergent if L is greater than 1, and the second is summation UN is divergent if L is strictly less than 1. Okay, so this is our Rabi's test and logarithmic test. നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് പിന്നീട് നമുക്ക് ചെയ്യാം, തിയറീസ് നമുക്ക് ഇവിടെ പറഞ്ഞു പോകാം. ഓക്കെ, സോ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം പോസിറ്റീവ് ടേംസിന്റെ പോസിറ്റീവ് ടേംസ് ഉള്ള സീരീസിന്റെ കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ടെസ്റ്റുകളാണ്. ഓക്കെ, കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ടെസ്റ്റുകളാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് സീരീസ് ഓഫ് ആർബിട്രറി ടേംസ്. ഓക്കെ, സീരീസ് ഓഫ് arbitrary terms.
Okay, series of arbitrary terms. ഇവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫസ്റ്റ് ഡെഫിനിഷൻ പറയുന്നത് വാട്ട് ഈസ് അബ്സല്യൂട്ട് കൺവേർജൻസ് ആൻഡ് കണ്ടീഷണലി കൺവേർജന്റ് സീരീസ്. ഓക്കെ, അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് എന്താണെന്നുള്ളതും കണ്ടീഷണലി കൺവേർജന്റ് സീരീസ് എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് എ സീരീസ്, ഓക്കെ, യു എൻ എന്നുള്ളൊരു സീക്വൻസ് എടുത്തു, നമുക്ക് യു എൻ എന്നുള്ളൊരു സീക്വൻസ് കിട്ടി. ആൻഡ് if summation modulus of un is convergent, summation modulus of un is convergent, un എന്നുള്ള സീക്വൻസ് ഒരു ആർബിട്രറി ടേം സീക്വൻസ് ആണ്. മേ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് ടേംസുകളും വരാം, പോസിറ്റീവ് ടേംസുകളും വരാം. if summation modulus of un is convergent, then we can say then summation un is absolutely convergent. സപ്പോസ് സമ്മേഷൻ യു എൻ കൺവെർജന്റ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ മോഡ് യു എൻ കൺവെർജന്റ് ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ യു എൻ എന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. ഓക്കെ, സമ്മേഷൻ യു എൻ എന്തായിരിക്കും? കൺവെർജന്റ് ആയിരിക്കും. സോറി, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് എന്ന് നമ്മൾ പറയും. ഇതിന്റെ ഡെഫിനിഷൻ ആണ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ഡെഫിനിഷൻ. വാട്ട് ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, for example, minus 1 power n by n square, minus 1 power n by n square, un is equal to minus 1 power n by n square. Now what is mod un? Mod un is 1 by n square, and we have summation mod un is equal to summation 1 by n square. So p is series and p is greater than 1 implies summation mod un is convergent. So summation നമുക്ക് എന്താ പറയാം? summation un is absolutely convergent. summation un is absolutely convergent. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് ഫസ്റ്റ് റിസൾട്ട് നോക്കാനുള്ളത്, ഫസ്റ്റ് റിസൾട്ട് പറയാനുള്ളത് എല്ലാ അബ്സല്യൂട്ട്ലി കൺവെർജന്റ് സീരീസുകളും കൺവെർജന്റ് ആയിരിക്കും. An absolute, first result is an absolutely convergent series is convergent. An absolutely convergent series is convergent. That is എന്താണ് പറയുന്നത്? summation mod un is convergent implies summation un is convergent. Okay, summation mod un convergent ആണെങ്കിൽ summation un എന്തായിരിക്കും? convergent ആയിരിക്കും. absolute convergence-ന്റെ ഡെഫിനിഷൻ എന്താ പറയുന്നത്? summation mod un convergent ആണെങ്കിൽ summation un is absolutely convergent എന്നാ പറയുന്നത്. ഓക്കെ, absolute convergence-ഉം കണ്ടീഷണൽ കൺവെർജൻസും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്, വളരെ വ്യത്യാസമുണ്ട്. So summation mod un is convergent implies summation un is convergent. ഇതാണ് പറയുന്നത്. ഇതിന്റെ കോൺവേഴ്സ് ട്രൂ ആയിരിക്കുമോ? അതായത് summation un is convergent implies summation mod un is convergent. Is this true or false? Summation un is convergent implies summation mod un is convergent. So absolutely false. Does not implies this, because take un is equal to minus 1 power n by n. Okay, take un is equal to minus 1 power n by n. This is a series which is convergent. Okay, a series which is convergent, alternating series. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പറയും. And what is mod un? Mod un is equal to 1 by n, and we have summation mod un equal to summation 1 by n, and this is not convergent. Not convergent. Harmonic series. Okay, so the converse is not true. Converse is not true. So നമുക്ക് എന്ത് പറയാം? എല്ലാ absolutely convergent സീരീസുകളും കൺവേർജന്റ് ആണ്. പക്ഷെ എല്ലാ കൺവേർജന്റ് ആയിട്ടുള്ള സീരീസുകളും എന്താവണമെന്നില്ല? absolutely convergent ആകണമെന്നില്ല.
So the second result is multiplication of series ആണ്. Suppose if summation un is absolutely convergent. If summation un is absolutely convergent and Vn is a bounded sequence. Vn എന്നുള്ള ഒരു bounded sequence ആണെന്ന് വിചാരിക്കുക. Then this will imply summation un Vn is absolutely convergent. Not just a convergent series. It is absolutely convergent. It is absolutely convergent. Okay, this is our second result. ഇവിടെ നോക്കുക, നമുക്ക് രണ്ട് കണ്ടീഷൻസ് നമ്മൾ പറയുന്നുണ്ട്. സമ്മേഷൻ un is absolutely convergent and Vn is a bounded sequence. Vn ഒരു bounded sequence ആണെന്ന് പറയുന്നുണ്ട്. absolutely convergent. ഇവിടെ എന്തുകൊണ്ടായിരിക്കും absolutely convergent ആണെന്ന് പറയുന്നത്? അത് നമ്മൾ നോക്കാം. Suppose for example un is equal to minus 1 power n by root n എടുത്തു. It is not absolutely convergent. Okay, it is not absolutely convergent because mod un എന്ന് പറയുന്നത് എന്താണ് കിട്ടുന്നത്? 1 by root n ആണ്. And this is 1 by n power 1 by 2. And p 1 by 2 is strictly less than 1. So this series is not convergent by p test. Okay. So mod un convergent അല്ല, summation mod un convergent അല്ല. So it is not absolutely convergent. Absolutely convergent ആയിരിക്കില്ല. So un is equal to minus 1 power n by root n എടുത്തു. Similarly Vn is equal to 1 by root n എടുത്തു. Similarly Vn is equal to 1 by root n എടുത്തു. So we get un Vn is equal to minus 1 power n by n. un Vn is equal to minus 1 power n by n. This is not absolutely convergent. അപ്പൊ ഇവിടെ ഈ absolutely convergent എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഒഴിവാക്കിയാൽ, absolutely convergent ആണെന്നുള്ള കണ്ടീഷൻ ഒഴിവാക്കി കഴിഞ്ഞാല് നമുക്ക് ഇവിടെ എന്തില്ല, ഇവിടെ നിന്നിട്ടില്ല absolutely convergent ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമുക്ക് absolutely convergent ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. Okay, this is our next theorem. Similarly നമുക്ക് boundedness, Vn is a bounded sequence എന്നുള്ള ആ ഒരു boundedness എന്നുള്ള ഒരു കണ്ടീഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ബൗണ്ടഡ് സീക്വൻസ് ആണെന്നുള്ള പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റില്ല. സോ നെക്സ്റ്റ് result is about alternating series. Okay, next result is about, നമുക്കൊരു 3 റിസൾട്ടും കൂടി പഠിക്കാനുണ്ട്. അതൊക്കെയാണെന്ന് വെച്ചാല് ലെബനീസ്, ആബേൽസ് ആൻഡ് ഡിറിച്ലെസ് ടെസ്റ്റ്. ലെബനീസ് ടെസ്റ്റ് ഉണ്ട്, ആബേൽസ് ടെസ്റ്റ് ഉണ്ട്, ആൻഡ് ഡിറിച്ലെ ടെസ്റ്റ് ഉണ്ട്. ഓക്കെ, മൂന്നും നമ്മൾ പറയുന്നത് ആൾട്ടർനേറ്റിംഗ് സീരീസുകളെ കുറിച്ചാണ്. Now what is alternating series? That un is strictly greater than 0 to sequence n എടുത്തു. Okay, un എന്നുള്ളത് then series of the form minus 1 power n plus 1 un. ഈ ഒരു ഫോമിൽ വരുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്? ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. ഓക്കെ, മൈനസ് 1 power n plus 1 into un. ഈ ഒരു ഫോമിൽ വരുന്നതിനാണ് നമ്മൾ ആൾട്ടർനേറ്റിംഗ് സീരീസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഈസ് ലെബനീസ് ടെസ്റ്റ്. ലെബനീസ് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞു മൈനസ് 1 power n by n ഇതൊരു കൺവേർജന്റ് സീരീസ് ആണ്, അല്ലെങ്കിൽ കൺവേർജന്റ് സീരീസ് ആണ്. സമ്മേഷൻ മൈനസ് 1 power n by n എന്നുള്ളത് ഒരു കൺവേർജന്റ് സീരീസ് ആണ് നമ്മൾ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ലെബനീസ് ടെസ്റ്റിന്റെ പിൻബലത്തോട് കൂടിയിട്ടാണ്, അതിലൊരു ബേസിലാണ് നമ്മളത് പറയുന്നത്. സോ ഇറ്റ് ഹാവ് സം കണ്ടീഷൻസ്. ഫസ്റ്റ് ഈസ് ലെബനീസ് ടെസ്റ്റ്. Okay, first one, Lebanese test. Let un be a monotone sequence of real numbers and limit n tends to infinity un equal to 0. Limit n tends to infinity un equal to 0. Then the alternating series summation minus 1 power n plus 1 un is convergent. The alternating series minus 1 power n plus 1 un is convergent. So നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞൊരു സീരീസ് എങ്ങനെ നോക്കാം. un എന്നുള്ളത് എന്താണ്? 1 by n ആണ്. un is 1 by n
and un is a monotonically decreasing sequence. Okay, monotonically decreasing sequence, and limit un equal to 0. Limit un equal to 0. So by Leibniz test we can say that summation minus 1 power n plus 1 by n equal to some value L, and it is convergent. Okay, and it is convergent. So ഇതാണ് നമ്മുടെ Leibniz ടെസ്റ്റ് നമ്മളോട് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് Abel's ടെസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് നമ്മളോട് Abel's ടെസ്റ്റ് ആണ്. Abel's ടെസ്റ്റ് പറയുന്നത് if a sequence Bn is monotone and bounded, monotone and bounded, in particular it is convergent. Okay, convergent ആയിരിക്കും. മോണോട്ടോണും ബൗണ്ടഡ് ആണെങ്കിൽ അതായിരിക്കും കൺവെർജന്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ കൺവെർജന്റ് ആണെന്ന് പറഞ്ഞെടുക്കുമ്പോൾ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും. കാരണം മേ ബി ഇറ്റ് മേ നോട്ട് ബി മോണോട്ടോൺ. ഓക്കെ, മോണോട്ടോൺ ആണ്, ബൗണ്ടഡ് ആണ്. ആൻഡ് സമ്മേഷൻ an is convergent. And summation an is convergent. Then summation an bn implies summation an bn is convergent. Okay, summation an bn എന്തായിരിക്കും? Convergent ആയിരിക്കും. ഇതാണ് Abel's ടെസ്റ്റ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് an എന്നുള്ളത് വൺ ബൈ n എടുക്കാം. ഓക്കെ, an is equal to 1 by n. It is monotone and also bounded. For n not be an, bn is equal to 1 by n, and it is monotone and bounded. Now take an is equal to minus 1 power n by log n. Minus 1 power n by log n. Okay, so we can say that summation an bn is equal to summation minus 1 power n by n log n. Minus 1 power n by n log n is convergent. ഇവിടെ അബ്സല്യൂട്ട്ലി കൺവേർജൻസ് നമുക്ക് എപ്പോഴും പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ഓക്കെ, നമ്മൾ നേരത്തെ അബ്സല്യൂട്ട്ലി കൺവേർജൻസിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ നമുക്ക് അബ്സല്യൂട്ട്ലി കൺവേർജൻസിനെ കുറിച്ച് പറയാൻ പറ്റിക്കൊള്ളണമെന്നില്ല. ബിക്കോസ് ഇവിടെ നമുക്ക് കിട്ടിയ an bn എന്നുള്ളതിന്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ, മോഡ് an bn എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് 1 by n log n വരും, or minus 1 power n by n log n, which is equal to 1 by n log n. ഇതെന്തല്ല? കൺവേർജന്റ് അല്ല. സമ്മേഷൻ 1 by n log n എന്തല്ല? കൺവേർജന്റ് അല്ല. നമ്മുടെ കണ്ടൻസേഷൻ ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് 1 by n log n കൺവേർജന്റ് അല്ല എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിറിച്ലെ ടെസ്റ്റ് ആണ്. ഓക്കെ, ഡിറിച്ലെ ടെസ്റ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞത് bn is monotone and bounded എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഡിറിച്ലെ ടെസ്റ്റ്. If bn is monotone and converges to 0 and ഓക്കെ, മോണോട്ടോൺ ആണ്, കൺവേർജൻസ് 0 ആണ്, സോ ബൗണ്ടഡ്. നേരത്തെ എത്തിയുള്ള അസംഷനിലേക്ക് തന്നെ നമ്മൾ എത്തി. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ ഒരു അസംഷൻ, Abel's ടെസ്റ്റിൽ പറഞ്ഞുള്ള എക്സ്ട്രാ ഒരു അസംഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ an കൺവേർജന്റ് ആവണം എന്നുള്ളതാണ്. ഇവിടെ അത്രയും പറയണ്ട. ഇവിടെ കൺവേർജൻസ് 0 എന്നുള്ള ഒരു എക്സ്ട്രാ അസംഷൻ കൂടി കൊടുത്തുകൊണ്ട് ആൻഡ്
the sequence of partial sum Sn of summation an എന്നുള്ള ഒരു സമ്മേഷൻ an എന്നുള്ള സീരീസിന്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബൗണ്ടഡ് ആണെന്ന് വിചാരിക്കുക. ബൗണ്ടഡ് is bounded, okay, is bounded, will implies summation an bn is convergent. Okay, summation an bn is convergent. ഇതാണ് നമ്മുടെ ഡിറിച്ലെറ്റ് ടെസ്റ്റ് പറയുന്നത്. If bn is monotone and converges to 0 and the sequence of partial sums of summation an ബൗണ്ടഡ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സമ്മേഷൻ an bn is കൺവേർജന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കൺവേർജൻസ് ടെസ്റ്റുകളിലായിട്ട് നമ്മുടെ സീരീസിന്റെ കൺവേർജൻസ് ടെസ്റ്റുകളിൽ നമ്മൾ ഇത്രയും റിസൾട്ടുകളാണ് നോക്കിയിട്ടുള്ളത്. ഇനി കൂടുതൽ പ്രോബ്ലം സെഷനാണ് നമ്മൾ നോക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് പ്രോബ്ലം സെഷനിലേക്ക് വരാം. സോ താങ്ക് യു.